ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാൻ ഇന്ന് നമുക്കൊരാളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാം കണ്ടു കാണും, മുഹമ്മദ് ഷാനു, നമ്മുടെ മുഹമ്മദ് ഷാനു ഭയങ്കര രാജ്യസ്നേഹിയും രാജ്യത്തിന് വേണ്ടി ചത്ത് കിടക്കുന്നവനാണ്. പക്ഷേ ഇവൻ്റെ പ്രൊഫൈൽ കണ്ട് വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇവൻ രാജ്യത്തിനെയും സ്നേഹവുമില്ല, രാജ്യത്തെ സർക്കാരിനെയും സ്നേഹമില്ല, രാജ്യത്തിനെതിരെ ഇവൻ്റെ നാക്ക് തുറക്കത്തുള്ളൂ. നമ്മുടെ മുഹമ്മദ് ഷാനു ഇവൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറക്കി. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഇന്ത്യയുടെ മൂന്നാമത്തെ കപ്പലും അമേരിക്ക മുക്കി. നമ്മുടെ യുദ്ധം നിർത്തുന്ന ഒരു ആളുണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ. എന്തായിരുന്നു യുദ്ധം നിർത്തുന്ന ഒരു വലിയൊരു മനുഷ്യൻ, ഒരു ദൈവം, യുദ്ധം നിർത്തുന്ന ദൈവം. നമ്മുടെ നമ്മുടെ ചക്കക്കുരു ഇതുവരെ വാ തുറന്നിട്ടില്ല. അത് തന്നെയാ പറയാനുള്ളത്. ഇന്ത്യയുടെ 3 കപ്പൽ മുക്കുകയും ചെയ്തു, 3 ഇന്ത്യൻ നാവികരെ ഇല്ലാണ്ടാക്കി കൊന്നുകളയുകയും ചെയ്തു. ഇതുവരെ നമ്മൾ വാ തുറന്നിട്ടില്ല. നമ്മുടെ ഫോറിൻ അഫയേഴ്സ് ചില സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ കോൺസുലേറ്റിൽ നിന്ന്, അമേരിക്കൻ കോൺസുലേറ്റിൽ നിന്ന് ആളെ വിളിച്ചിട്ടേ ഞങ്ങൾക്ക് സങ്കടം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. നമ്മൾ പുറത്തോട്ട് വിട്ടിട്ടുള്ള. അപ്പോൾ എനിക്ക് ഈ 6-ാം നൂറ്റാണ്ടിലെ മദ്രസ പൊട്ടനോട് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ 3 കപ്പലും ഇന്ത്യയുടെ കപ്പലല്ല. അതിന് ഇന്ത്യയുടെ പതാകയോ ഇന്ത്യ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കപ്പലോ അല്ല. അത് ഈ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരാണ്, മരിച്ചത് ഇന്ത്യക്കാരാണ്. നമുക്കതിൽ വിഷമമുണ്ട് എന്ന് വെച്ച് ഈ ലോകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഇന്ത്യയുടെ പ്രശ്നമാണെന്ന് കണ്ടു കിടക്കുന്ന നിന്നെപ്പോലുള്ള മദ്രസ പൊട്ടന്മാരുണ്ടല്ലോ, അവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവനൊക്കെ അങ്ങനെയാണ്. ഈ കപ്പൽ നോർത്ത് കരീബിയൻ ഐലൻഡ്സ്, നോർത്ത് അമേരിക്ക, ഈ ഏരിയയിൽ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവിടുത്തെ പതാകയിൽ ഓടുന്ന കപ്പലുകളാണ്. ആ പതാകയുടെ അണ്ടറിലുള്ള രാജ്യത്തിൻ്റെ നിയമങ്ങളിൽ പോകുന്ന കപ്പലുകളാണ് ഈ കപ്പലുകൾ. അമേരിക്ക, നിങ്ങൾക്കറിയാം, ഇപ്പോൾ അവിടെ യുദ്ധം നടക്കുവാണ്. അമേരിക്കയുടെ നിരോധിത റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അത് ലംഘിച്ചുകൊണ്ട് പോയ കപ്പലിനെ അവർ വെടിവെച്ചിട്ടു. അതിൽ ദാരുണമായിട്ട് നമ്മുടെ 3 ഇന്ത്യക്കാർ മരിച്ചു. ഇതുപോലെ 3 കപ്പലുകൾ, ആ 3ഉം നമ്മുടെ ഇന്ത്യയുടെ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്നും മനസ്സിലാക്കണം. അല്ലാതെ ഈ മദ്രസപ്പൊട്ടം പറഞ്ഞ പോലെ ഇന്ത്യയുടെ കപ്പൽ 3 മുക്കി, 3 സൈന്യമായിട്ട് ഇവൻ വാ തുറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യവിരുദ്ധവും രാജ്യത്തെ സർക്കാരിനെ എതിരെ പറയാനുമാണ് ഇവൻ നാക്ക് വെളിയിലിടുന്നത്. നിങ്ങൾ അതുകൊണ്ട് ദയവേത് ഈ മദ്രസപ്പൊട്ടൻ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് നടക്കല്ലേ. ഈ കപ്പലുകളും ഇതൊന്നും നമ്മുടെ ഇന്ത്യയുടെ അല്ല. അത് ഈ ജോലി ചെയ്തിരുന്നത് നമ്മുടെ ഇന്ത്യക്കാരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടെന്ന് ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു രാജ്യവും വേറൊരു രാജ്യവും ഇപ്പോൾ ഇന്ത്യക്കാർ ഉള്ള ഒരു രാജ്യത്ത് വേറൊരു രാജ്യത്ത് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യുന്ന പോലെയാണോ ഇവൻ പറയുന്നത്? അത് ആ രാജ്യത്ത് നമ്മളെല്ലായിടത്തും ജോലി ചെയ്യുന്നുണ്ട്. ഇത് ആ കമ്പനി നോക്കേണ്ടതായിരുന്നു. അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ആ കപ്പലിൽ ജോലി ചെയ്യുന്നവരുടെ സേഫ്റ്റി. അത് ലംഘിച്ചുകൊണ്ട് ഇവർ പോയി യുദ്ധം നടക്കുന്ന ഒരു ഏരിയയിലോട്ട് പോയി. അവർക്ക് അൺഫോർച്യുനേറ്റ്ലി ഒരു കപ്പൽ വെടിവെച്ച് തകർത്തു, അതിൽ മരിച്ചു. അത് ആ കപ്പലുണ്ടാക്കുന്ന കമ്പനിക്കാരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. അല്ല ഇവനെ പോലെയുള്ള മദ്രസപ്പൊട്ടം പറയുന്നു വിശ്വസിച്ചുകൊണ്ട് നടക്കില്ല. സോ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. സോ സീ യു ഗൈസ്. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.